അതുപോലെ എല്ലാ ഈ സെക്കൻഡ് ഹാൻഡ് വണ്ടി വിൽക്കുന്ന സ്ഥാപനങ്ങൾ, അതാണ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ മറ്റൊരു ഉത്തരവ്, അവരെല്ലാം നിയമപ്രകാരം രജിസ്റ്റർ ചെയ്യണം. കാരണം ഇതിൻ്റെ പേര് പല തട്ടിപ്പിടക്കുന്നുണ്ട്. ഇവിടെ നിന്ന് എടുത്ത് ഞാനൊരു വണ്ടി ഒരു ആളിന് വിൽക്കുക, നമ്മൾ ഉദാഹരണം നമ്മളൊരു വണ്ടി ഒരു കമ്പനിക്ക് വിൽക്കുന്നു, അവർ സെക്കൻഡ് ഹാൻഡ് വണ്ടി വാങ്ങിച്ച് വിൽക്കുന്ന പ്രീ ഓൺഡ് കാർ വിൽക്കുന്ന സ്ഥലമാണ്. അവിടെ നിന്ന് വണ്ടി എടുത്തുകൊണ്ട് ഡ്രഗ്സ് കടത്തിയ കേസുണ്ട് കേരളത്തിൽ ആ വണ്ടിയിൽ. അപ്പോൾ ആരുത്തരം പറയും? പഴയ ഓണർ ഉത്തരം പറയും. അതുകൊണ്ട് അതൊന്നും അനുവദിക്കാൻ പറ്റില്ല. അതൊക്കെ 25,000 രൂപ ഫീസ് വെച്ചെന്ന്, അത് ചെറിയ ഫീസല്ല. ഇത്രയും ഒരു വണ്ടി വിൽക്കുമ്പോൾ തന്നെ ലക്ഷങ്ങൾ ഉണ്ടാക്കുന്നവരാണ് 25,000 രൂപ ഫീസിന് കരയുന്നത്. വിൽക്കുന്ന വണ്ടി അതിനെ 3 കോടി 4 കോടിയുടെ വണ്ടിയാണ് വിൽക്കുന്നത്, എന്നിട്ടാണ് 25,000 രൂപയ്ക്ക് ദാരിദ്ര്യം പറയുന്നത്. അതുകൊണ്ട് അത് ഇത്രയും കാര്യങ്ങൾ. വേറെ എന്തെങ്കിലും അറിയാനുണ്ടോ? ഈ പ്രൈവറ്റ് ബസ്സുകാരോട് പറഞ്ഞ് ഇതൊക്കെ തന്നെയാണ്. പിന്നെ ക്ലീനർ, അതുകൂടി മാധ്യമങ്ങൾ ജനങ്ങൾ പറയണം. വേറൊരു ഉത്തരവ് എന്താണ്? നിർബന്ധമായിട്ട് വരുന്നൊരു ഉത്തരവ് എന്ന് പറഞ്ഞാൽ ഡ്രൈവർ, പിന്നെ കണ്ടക്ടർ, ക്ലീനർ ഉണ്ടെങ്കിൽ ക്ലീനർ, അവർക്കൊരു ട്രെയിനിങ് കൊടുക്കണം. പിന്നെ അവർ പോലീസ് കുറ്റകൃത്യങ്ങളിൽ വ്യാപൃതരായല്ല എന്ന് പറയണ്ടേ? വേണ്ടേ? അത് വേണ്ടേ? ഏത് കുറ്റവാളിക്കും ഈ കുഞ്ഞുങ്ങൾ, പെൺകുഞ്ഞുങ്ങളും ആൺകുഞ്ഞുങ്ങളും ഒക്കെ ഉൾപ്പെടുന്ന ഈ ആളുകൾ, സ്ത്രീകളും പുരുഷന്മാരും പോകുന്ന ഈ വാഹനം ഓടിക്കാൻ ഏത് കുറ്റവാളിക്കും അനുവാദം കൊടുക്കാൻ പറ്റും? അത് പറ്റില്ല. അതിനൊന്നും സമരം ചെയ്യണ്ട. അതൊക്കെ ഇവിടെ വന്ന് സമ്മതിച്ചിട്ട് പോയതാണ്. ഈ റൂമിലിരുന്ന് എന്നോട് സമ്മതിച്ച്, എൻ്റെ മുമ്പിൽ വെച്ച് സമ്മതിച്ചിട്ട് പോയതാണ്. കുറ്റവാളികളെ കൊണ്ട് വാഹനങ്ങൾ ഓടിപ്പിക്കുക, ആൻറ്റി സോഷ്യൽസിനെ കൊണ്ട് പ്രൈവറ്റ് ബസ്സുകളൊക്കെ ഓടിപ്പിച്ചാൽ പല സ്ഥലത്തും വലിയ പ്രശ്നങ്ങളുണ്ടാകും. ആ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ മാധ്യമങ്ങൾ, ബഹുമാനപ്പെട്ട മാധ്യമങ്ങൾ, ജനങ്ങൾ, പൊതുപ്രവർത്തകരെല്ലാവരും വളരെ ആർജവത്തോടെ രംഗത്ത് വരും. ഇനി അത്തരം കുഴപ്പങ്ങൾ ഉണ്ടാകാതിരിക്കാനാണ് ഞങ്ങളിങ്ങനെ ഒരു പ്രിക്കോഷൻ എടുക്കുന്നത്. അതിൽ തെറ്റില്ല. നമ്മൾ ഈ സംഭവിച്ച് കഴിഞ്ഞിട്ട് കുറേ വർത്തമാനം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. സംഭവിക്കാതെ നോക്കാനുള്ള ചുമതല കൂടി നമുക്കുണ്ട്. കള്ളം കയറിയെന്ന് വേണ്ട, വാതിൽ തുറന്നിട്ടിട്ട് കള്ളം കയറരുത്. വാതിൽ അടച്ചിട്ട് പോകും, കൂട്ട് പൊളിച്ച് കയറുന്നതിനെ പിടിക്കണം നമ്മൾ. വാതിൽ തുറന്നിട്ടിട്ട് പോയിട്ട് കള്ളം കയറി എന്ന് പറയുന്നതിൽ ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. അതുകൊണ്ട് വാതിൽ തുറന്നിടുന്നില്ല. പോലീസ് വെരിഫിക്കേഷൻ വേണം. അത് നിങ്ങളും പറയും. വേണ്ടെന്ന് മാധ്യമങ്ങൾ ഒരു സർവേ നടത്തിയിട്ട് പറയുക, പ്രൈവറ്റ് ബസ് ഓടിക്കുന്ന കണ്ടക്ടർക്കോ ഡ്രൈവർക്കും ഒന്നും, ഡ്രൈവർക്കും കണ്ടക്ടർക്കും ഒരു പോലീസ് വെരിഫിക്കേഷൻ ആര് വന്നാലും കൊടുത്തോ എന്ന് പറയാം. ഒരു സർവേ ഇട്ടു. സർവേ ഇട്ടിട്ട് എനിക്ക് റിപ്പോർട്ട് താ. എല്ലാവരും പറയുകയാണ് അവർ കയറിക്കോട്ടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒഴിവാക്കി കൊടുക്കുക. പറയണം, പക്ഷെ പിന്നെ പറയരുത്. KSRTC ഏതായാലും ഞങ്ങൾ ഇതൊക്കെ നോക്കിയിട്ടാണ് പണ്ടും കയറ്റുന്നത്, ഇപ്പോഴും എബദലി എടുക്കുന്നതെല്ലാം അങ്ങനെയാണ്. ഇത് വേണം. ആൻറ്റി സോഷ്യൽസിനെ കൈകാര്യം ചെയ്യുന്ന സാധനമല്ല. അതാണ് പല അപകടങ്ങളെയും പുറയുള്ളത്. ലഹരി മരുന്നുകൾ ഉപയോഗിക്കുന്നവർ, മൃഗീയമായി ചിന്തിക്കുന്നവർ. KSRTCയിലെ ഒരു വണ്ടി ഇടിച്ച് 2 സ്ത്രീകൾ മരിച്ചു. ഒരു സ്വിഫ്റ്റിലെ ഒരു ഡ്രൈവറാണ്. ഞാൻ അയാളോട് എന്താണ് നിങ്ങൾ, ആ വണ്ടിയുടെ ക്യാമറ ഞാൻ കണ്ടു. അതിൽ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ ബ്രേക്ക് ചെയ്യാത്തത്? കാരണം വണ്ടി 2 സ്ത്രീകൾ ഇങ്ങനെ ചാടുന്ന കാണാം ക്യാമറയിൽ. അവരെ മിന്നായം പോലെ വന്ന് ഇടിച്ച് തെറിപ്പിക്കാൻ 2 പേരും മരിച്ചു, തൽക്ഷണം മരിച്ചു. പാലക്കാട്, തൃശ്ശൂർ പാലക്കാട് റൂട്ടിൽ. എന്തുകൊണ്ട് ചവിട്ടിയില്ല എന്ന് ചോദിച്ചപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു, ബ്രേക്ക് ചവിട്ടാൻ തോന്നിയില്ല, വേറെ ഒന്നും കൊണ്ടല്ല. വണ്ടിക്കകത്ത് 19 പേര് ഇരിപ്പുണ്ട്, ഞാൻ ബ്രേക്ക് ചവിട്ടിയാൽ ഇവർക്ക് അപകടം സംഭവിക്കുമെന്ന് വിചാരിച്ച് മറ്റവരെ അങ്ങ് കൊന്നേക്കാമെന്ന് വിചാരിച്ചു. അതെന്തൊരു മറുപടിയാണെന്ന് അറിയിച്ചു നോക്കി. ഗംഭീര മറുപടിയില്ലേ ഇത്? ഞാൻ പറഞ്ഞു അങ്ങനെയുള്ളൊരു വേണ്ടാന്ന് പറഞ്ഞു. അതിലെന്താ തെറ്റ്? 2 പേര് റോഡ് ക്രോസ് ചെയ്യണം. അപ്പോൾ ചാടുന്ന കണ്ടാൽ ബ്രേക്ക് അപ്ലൈ ചെയ്യണം. അത് അപ്ലൈ ചെയ്യാതെ വണ്ടി പോവേണം. നമുക്ക് ക്യാമറ കാണുമ്പോൾ അപ്ലൈ ചെയ്യാതെ വണ്ടി പോവേണം. പോയി കഴിഞ്ഞ് ഞാൻ വിളിച്ച് നേരിട്ട് മന്ത്രി എന്ന നിലയിൽ ചോദിച്ചു, എന്താണ് നിങ്ങളത് ചെയ്തതെന്ന് ചോദിച്ചു. എന്താ ബ്രേക്ക് ചെയ്യാത്തതെന്ന് ചോദിച്ചാൽ പറഞ്ഞു, വണ്ടിക്കകത്ത് 19 പേര് ഇരിപ്പില്ല, അവർക്ക് ഒരു അപകടം വരണ്ടെന്ന് വിചാരിച്ചാൽ പിന്നെ അവരങ്ങ് പോട്ടെന്ന് വിചാരിച്ചു. നീ റോഡിൽ പോകുന്ന 2 പേര് മരിച്ചാലും പോട്ടെ എന്ന് വിചാരിക്കുന്ന ഒരു മനോഭാവം ഉള്ള ആൾ വണ്ടി ഓടിക്കാൻ പാടില്ല. നമ്മളെ മുമ്പിൽ പെടുന്ന ഒരു അപകടപ്പെടുന്ന ആളെ സേവ് ചെയ്യാനുള്ള പരമാവധി ശ്രമം നടത്തണം. വേണ്ടേ? ഈ സൈസ് പരിപാടിയൊന്നും KSRTCയിൽ വെച്ച് നടത്താൻ പറ്റത്തില്ല.